ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സകല ഗുരുഭ്യോ നമ. ഹരി ഓം. നാരായണീയം ദശക 21 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ഭൂഖണ്ഡങ്ങളെ പറ്റി പഠിച്ചു. 9 ഭൂഖണ്ഡങ്ങളെ പറ്റി. അതിൽ രമ്യക വർഷം വരെ 5-6 എണ്ണം ഞാൻ നമ്മുടെ നാരായണീയത്തിൽ ഓരോ ശ്ലോകം കൊണ്ടാണ് ഓരോ വർഷത്തെയും വർണ്ണിച്ചിരിക്കുന്നത്. അത് ഭാഗവതത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഭാഗവതത്തിലെ ഭാഗം മാത്രം എടുത്ത് വിശദീകരിച്ച് അർത്ഥം പറഞ്ഞ് വായിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. അങ്ങനെയാവുമ്പോൾ രമ്യക വർഷം വരെയുള്ളത് ഞാൻ കേതുമാലം രമ്യക വർഷം വരെയുള്ളത് എല്ലാം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണുന്നുമുണ്ട്. ഇനി ബാക്കിയുള്ള 1, 2, 3 വർഷം കൂടിയുണ്ടല്ലോ, 6 ആയുള്ളൂ, ഇനി 3 എണ്ണം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇടണമെന്ന് ഉദ്ദേശിക്കുന്നു. ഇന്ന് നമുക്ക് ഹിരൺമയം, ഇപ്പം നമുക്ക് ഹിരൺമയ ഭൂഖണ്ഡത്തിലെ എങ്ങനെ ആരെ ഏത് രൂപത്തിൽ ഭഗവാനെ ആരൊക്കെയാണ് ഭജിക്കുന്നത്, ഏതൊക്കെ മന്ത്രം കൊണ്ടാണ്, സ്തുതികൾ കൊണ്ടാണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കി പോകാം. അപ്പോൾ ആദ്യം നാരായണീയത്തിലെ ശ്ലോകം, ഹിരൺമയ വർഷത്തിലെ ആ ശ്ലോകം ഒന്ന് വായിച്ചിട്ട് പോകാം. വർഷം ഹിരൺമയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതികർമ്മഠകാമഠാംഗം സംസേവദേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. അർത്ഥമെല്ലാം പറഞ്ഞു എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. ഇനി അതിലേക്ക് പോകുന്നില്ല. ഇതിൽ ഹിരൺമയത്തിൽ എന്താ ഭാഗവതത്തിൽ പറയുന്നതെന്ന് നോക്കാം. ഹിരൺമയേബി ഭഗവാൻ നിവസതി കൂർമ്മതനും ബിഭ്രാണസ്തസ്യ തത്പ്രിയതമാം തനും അര്യമാസഹ വർഷപുരുഷൈഃ പിതൃഗണാധിപതിരുപധാവതി മന്ത്രമിമം ച അനുജപതി. കൂർമ്മരൂപത്തിലുള്ള ആ കൂർമ്മതനുവിനെ, കൂർമ്മരൂപ സ്വരൂപനായ ഭഗവാനെ, പിതൃഗണങ്ങളുടെയൊക്കെ അധിപനായ അര്യമ എന്ന പിതൃഗണാധിപനും പിന്നെ ബാക്കി കൂടെയുള്ള വർഷപുരുഷന്മാരെല്ലാവരും ചേർന്ന് ഉപധാവതി അടുത്തിരുന്ന് എന്ന് പറഞ്ഞാൽ സേവിക്കുക എന്നർത്ഥം. ഉപധാവതി മന്ത്രം കൊണ്ടും സ്തുതികൾ കൊണ്ടും സ്തുതിക്കുന്നു. അതിൽ മന്ത്രം എന്താണ്, സ്തുതി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നുകൂടെ അത് വായിക്കാം. ഹിരൺമയേവി ഭഗവാൻ നിവസതി കൂർമ്മതനും ബിഭ്രാണസ്തസ്യ തത്പ്രിയതമാം തനും അര്യമാസഹ വർഷപുരുഷൈഃ പിതൃഗണാധിപതിരുപധാവതി മന്ത്രമിമം ച അനുജപതി. മന്ത്രത്തെ ജപിക്കുന്നു. എന്താണ് മന്ത്രം നോക്കാം. ഓം നമോ ഭഗവതേ അകൂപാരായ സർവസത്വഗുണവിശേഷണായ ഉപലക്ഷിതസ്ഥാനായ നമോ വർഷ്മണേ നമോ ഭൂമ്നേ നമോ നമോ അവസ്ഥാനായ നമസ്തേ. ഇവിടെ ഓം നമോ ഭഗവതേ, ഭഗങ്ങളെല്ലാം തികഞ്ഞവനെ ഭഗവതേ, അകൂപാരായ, അകൂപം എന്ന് പറഞ്ഞാൽ കൂർമ്മസ്വരൂപനായ സത്വഗുണ വിശേഷനായ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനായ അനുപലക്ഷിതം, ലക്ഷ്യസ്ഥാനം അനുപലക്ഷിതനായ നമോ വർഷ്മണേ. വർഷ്മണേ എന്ന് പറഞ്ഞാൽ വർഷ്മണം, വർഷം, കാലം, കാലസ്വരൂപൻ. ഭൂമ്നെ എന്ന് പറഞ്ഞാൽ വലിയവനായവൻ. നമോ നമോ അവസ്ഥാനായ നമസ്തേ എന്ന്, അതാണ് മന്ത്രം. ഒന്നുകൂടെ വായിക്കാം. ഓം നമോ ഭഗവതേ അകൂപാരായ സർവസത്വഗുണ വിശേഷണായ അനുപലക്ഷിത സ്ഥാനായ നമോ വർഷ്മണേ നമോ ഭൂമ്നെ നമോ നമോ അവസ്ഥാനായ നമസ്തേ.
കാലം എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് വർഷ്മണേ, വർഷം എന്ന് പറഞ്ഞത്, വർഷ്മണം, വർഷത്തെ സംബന്ധിച്ചത്. ഇനി സ്തുതികളാണ്. ആദ്യത്തെ സ്തുതി ഏതാന്ന് നോക്കാം. യദ്രൂപമേതന്നിജമായയാർപ്പിതമർത്ഥസ്വരൂപം ബഹുരൂപരൂപിതം സംഖ്യാനയസ്യാസ്തു യഥോപലംഭന തസ്മൈ നമസ്തേ വ്യപദേശരൂപിണേ. അതായത് യദ്രൂപം ഏതത് നിജമായ അർപ്പിതമർത്ഥസ്വരൂപം ബഹുരൂപരൂപിതം സംഖ്യ ന യസ്യാഹ ത്വയി യഥോപലംഭനാത് തസ്മൈ ഉപലംഭനാത് തസ്മൈ നമസ്തേ വ്യപദേശരൂപിണേ എന്ന്. അതായത് സമായയാൽ, സമായ ഭഗവാന്റെ ആ മായയോടുകൂടി പ്രകാശിപ്പിക്കപ്പെട്ടതും പല രൂപത്തിൽ നിരൂപണം ചെയ്യപ്പെട്ടതുമായ ഈ ബ്രഹ്മാണ്ടം യാതൊരു ഭഗവാന്റെ രൂപം തന്നെയാണോ മിഥ്യയായി പ്രകാശിക്കുന്നത്, അല്ലേ? പ്രകാശിക്കുന്നതിനാൽ യാതൊരു ഭഗവാന് വിവർത്തങ്ങൾക്ക് അവസാനമില്ലയോ? അതാണ് ഇവിടെ പറഞ്ഞ സ്വസ്തിയായതോപലംഭനാ തസ്മൈ നമസ്തേ വ്യപദേശരൂപിണേന്ന്. അപ്പം വിവർത്തനങ്ങൾക്കൊന്നും അവസാനമില്ലയോ? അനിർവചനീയ ബ്രഹ്മാണ്ട സ്വരൂപനായ, നിർവചിക്കാൻ പറ്റാത്ത സ്വരൂപത്തോടുകൂടി അങ്ങയ്ക്ക് നമസ്കാരം എന്ന ആദ്യത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം ജരായുജം സ്വേദമജണ്ഡജോഭിതം ജരായുജം സ്വേദജമണ്ഡജോത്ഭിതം ചരാചരം ദേവർഷി പിതൃഭൂതമൈന്ദ്രിയം ദ്യൗഖം ക്ഷിതി ശൈലസരിൽ സമുദ്രദീപഗ്രഹർക്ഷേത്യഭിധേയ ഏകഃ. ജരായുജം സ്വേദജമണ്ഡജോത്ഭിതം ചരാചരം ദേവർഷി പിതൃഭൂതമൈന്ദ്രിയം ദ്യൗഖം ക്ഷിതി ശൈലസരിൽ സമുദ്രദ്വീപ ഗ്രഹർക്ഷേത്യഭിധേയ ഏകഃ. ജരായുജം ഗർഭപാത്രം, അല്ലേ? സ്വേദജം വിയർപ്പ്, അണ്ടജം ജനിച്ച എന്താ പറയുക, അണ്ടജം അണ്ടമായിരിക്കുന്ന ഇത്, ഉത്ഭിദം അത് പൊട്ടിക്കുന്നത്. ഇപ്പം പക്ഷികളൊക്കെ മുട്ടയിട്ടൊക്കെയാണ് കുട്ടികളെ ഇത് ചെയ്യുന്നത്. അപ്പം ജരായുജം എന്ന് പറഞ്ഞാൽ വയറ്റിൽ വെച്ചും വയറ്റിൽ നിന്ന് ഇങ്ങനെ പ്രസവിക്കുന്നതും, സ്വേദജം എന്ന് പറഞ്ഞാൽ സ്വേദം വിയർപ്പിൽ ജനിക്കുന്നതും, അണ്ടജം അണ്ടത്തിൽ നിന്ന് ജനിക്കുന്നതും, ഉത്ഭിദം അണ്ടം പിളർന്ന് പുറത്തു വരുന്നതിനെ ഉത്ഭിദം. ഈ 4 തരം ശരീരങ്ങളും ചരാചരങ്ങളും, ഈ 4 തരം ശരീരമാണ് ഇവിടെ ജരായുജം സ്വേദജം അണ്ടജം ഉത്ഭിദം എന്നൊക്കെ പറഞ്ഞത്. ഈ 4 തരം ശരീരങ്ങളും ചരാചരങ്ങളും, ചരിക്കുന്നതും ചരിക്കാത്തതുമായ ചരാചരങ്ങളും, ദേവന്മാരും ഋഷിമാരും പിതൃക്കളും ഭൂതഗണങ്ങൾ, ഭൂതദേവന്മാർ അല്ലെങ്കിൽ ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയും, അതാണ് അത്രയും പേര് പറഞ്ഞത്. ദ്വൗഖം ക്ഷിതി, അല്ലേ? അപ്പോൾ ജരായുജം സ്വേദജം അണ്ടജം ഉത്ഭിദം ചരാചരം ദേവർഷി പിതൃഭൂതമൈന്ദ്രിയം ദ്യൗഖം ക്ഷിതി ശൈലം പർവ്വതാണ്. അപ്പം ഭൂമി ദ്യോവെന്ന് പറഞ്ഞാൽ ഇത് എന്താ, ദ്യൗ സ്വർഗമാണ്. ദ്യൗ സ്വർഗം, കം ആകാശം, ക്ഷിതി ഭൂമി, ശൈലം പർവ്വതം, സരിത്ത് സമുദ്രം, ദീപം ഗ്രഹർഷം ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഇതെല്ലാം അങ്ങ് ഒരുവൻ തന്നെയാണ്. ഇതെല്ലാം ഭഗവാനാകുന്നു എന്നർത്ഥം. അപ്പം ഈ പറഞ്ഞത് മുഴുവൻ ഭഗവാൻ ഏകഃ, എല്ലാം ഭഗവാൻ തന്നെ. ജരായുജം സ്വേദജം അണ്ടജോത്ഭിദം
ചരാചരം ദേവർഷി പിതൃഭൂതമൈന്ദ്രിയം ദ്യൗഖം ക്ഷിതിശൈലസരിൽ സമുദ്രദ്വീപഗ്രഹക്ഷേത്യഭിധേയേകഃ. ഈ പറഞ്ഞതെല്ലാം ഭഗവാൻ തന്നെ എന്നർത്ഥം. അടുത്ത ശ്ലോകം യസ്മിൻ അസംഖ്യേയ വിശേഷനാമരൂപാകൃതൗ കവിഭി കൽപ്പിതേയം സംഖ്യായയാ തത്വദൃശാപനീയതേ തസ്മൈ നമഃ സാഖ്യനിദർശനായതേ ഇതി. യസ്മിൻ ന സംഖ്യേയം വിശേഷനാമരൂപാകൃതൗ കവിഭിഃ കൽപ്പിതേയം സംഖ്യായയാ തത്വദിശാപനീയതേ തസ്മൈ നമഃ സാഖ്യനിദർശനായതേ ഇതി. സാഖ്യനിദർശനായ. അപ്പം സാഖ്യന്മാർ എങ്ങനെ മായയാൽ അസംഖ്യ നാമവിശേഷ രൂപങ്ങളുള്ള അങ്ങയിൽ അല്ലേ, പല നാമങ്ങൾ കപിലാദികളാൽ കപിലമുനി ആയിട്ടും ഒക്കെ കൽപ്പിക്കപ്പെട്ട ഈ തത്വസംഖ്യ 24 അഹങ്കാരവും മനസ്സൂടെ കൂട്ടി 26 തത്വങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെല്ലാം അതിൽ ഉൾപ്പെടും. അപ്പോൾ ആ തത്വസംഖ്യ ഏതൊരു ജ്ഞാനത്താൽ ഏതൊരറിവിനാൽ നശിപ്പിക്കപ്പെടാം. ആ ജ്ഞാനസ്വരൂപനായ അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് മാത്രമേ ഇതൊക്കെ ഇല്ലാതെയാക്കാൻ പറ്റൂ എന്ന് അർത്ഥം. അപ്പോൾ 3 ഒന്നും കൂടി വായിക്കാം. ഓം നമോ ഭഗവതേ അകൂപാരായ സർവസത്വഗുണവിശേഷണായ അനുപലക്ഷിതസ്ഥാനായ നമോ വർഷ്മണേ നമോ ഭൂമ്നേ നമോ നമോവസ്ഥാനായ നമസ്തേ. യദ്രൂപമേതന്നിജമായയാർപ്പിതാമർത്ഥസ്വരൂപം ബഹുരൂപരൂപിതം സംഖ്യാനയസ്യാസ്ത്വ യഥോ ബലംബനാത് തസ്മൈ നമസ്തേ വ്യപദേശരൂപിണേ. ജരായുജം സ്വേദജമണ്ഡജോൽപിതം ചരാചരം ദേവർഷി പിതൃഭൂതമൈന്ദ്രിയം ദ്യൗഖം ക്ഷിതിശൈലസരുൽ സമുദ്രദ്വീപഗ്രഹക്ഷേത്യഭിധേയേകഃ. നക്ഷത്രം, സമുദ്രങ്ങൾ, ദ്വീപുകൾ, ഗ്രഹങ്ങൾ എല്ലാം അങ്ങ് തന്നെയാകുന്നു. അപ്പം ഭഗവാന്റെ മായയാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതും പല രൂപത്തിൽ നിരൂപണം ചെയ്തതുമായ ഈ ബ്രഹ്മാണ്ടം യാതൊരു ഭഗവാന്റെ രൂപം തന്നെയാണോ? മിഥ്യയായി പ്രകാശിപ്പിക്കുന്നതിനാൽ യാതൊരു ഭഗവാൻ വിവർത്തങ്ങൾക്ക് അവസാനമില്ലയോ? അനിർവചനീയമായ ബ്രഹ്മാണ്ട സ്വരൂപനായ അങ്ങയ്ക്ക് നമസ്കാരം. ജരായുജം സ്വേജജം അണ്ടജം ഉത്ഭിദം ഈ 4 തരം ശരീരങ്ങളും ചരാചരങ്ങളും ദേവന്മാർ, ഋഷിമാർ, പിതൃക്കൾ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയും സ്വർഗം, ആകാശം, ഭൂമി, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, ദ്വീപുകൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇതെല്ലാം അങ്ങ് തന്നെ, അങ്ങ് ഒരുവൻ തന്നെ, അങ്ങ് തന്നെയാകുന്നു. മായയാൽ അസംഖ്യ നാമവിശേഷങ്ങളുള്ള അങ്ങയിൽ കപിലാദികളാൽ കൽപ്പിക്കപ്പെട്ട ഈ തത്വസംഖ്യ ഏതൊരു ജ്ഞാനത്താൽ നശിപ്പിക്കപ്പെടാം. ആ ജ്ഞാനസ്വരൂപനെ ആയ അങ്ങയ്ക്ക് നമസ്കാരം. ഇതി എന്ന് പറഞ്ഞാൽ എന്ന്. ഇതാണ് ഹിരണ്മയ വർഷത്തിലെ ഇത്. ഇനി അടുത്തത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഈ ഹിരണ്മയ വർഷം കഴിഞ്ഞു. ഇനി അടുത്തത് ഉത്തരകുരു. പിന്നെ ഉത്തരകുരു കഴിഞ്ഞിട്ട് കുരു ദേശം, അത് കഴിഞ്ഞ് കിംപുരുഷം. ഇതും കൂടി നമുക്ക് പതുക്കെ നോക്കാം. അപ്പോൾ ഇത്രയും ഇന്നത്തെ കഴിഞ്ഞു. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.